കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വിജയലക്ഷ്മിനെ വഴിക്ക് വെച്ച് ഗോവിന്ദൻ ഗീതും കാണുവാണ്. വിജയലക്ഷ്മിയെ കണ്ടോടനെ ഗീതു അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അല്ല അമ്മ എന്തിനാ ഞങ്ങളെ കാത്തു നിന്നാണെന്ന് ചോദിക്കുവാണേ. അങ്ങനെയൊന്നുമില്ല, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് ഗീതുവിന് മനസ്സിലായി പറയുന്ന കള്ളത്തരമെന്ന്. എനിക്ക് മനസ്സിലായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താന്നുള്ള കാര്യം. എന്തിനാ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദന് ദേഷ്യം വന്നിട്ട് ഗോവിന്ദ് പോയി കാറിലേക്ക് കയറി ഇരിക്കുകയാണ്. അല്ല അത് പിന്നെ മോളെ അമ്മ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായെന്ന് പറയാ. പിന്നീട് വന്നിട്ട് പറഞ്ഞു, അതേ അജാസ് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. രഞ്ജുവിനെ അമ്മയുടെ അടുത്ത് വെച്ച് കണ്ടെന്നുള്ള കാര്യം അത് അജാസ് എന്നോട് പറഞ്ഞു. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് അജാസ് എന്നോട് പറഞ്ഞു എന്നുള്ള ഡൗട്ട് കാരണമാണ് അമ്മ ഇവിടെ നിൽക്കുന്നെങ്കിൽ വെറുതെ നിൽക്കണ്ട കേട്ടോ. ഞാൻ അതൊന്നും കണ്ണേട്ടനോട് പറയാൻ പോകുന്നില്ല. ഞാൻ കണ്ണേട്ടനോട് പറയൂന്നുള്ള പേടി കൊണ്ടല്ലേ, അല്ലെങ്കിൽ അജാസിക്ക പറയൂന്നുള്ള പേടി കൊണ്ടല്ലേ അമ്മ ഇവിടെ വെയിറ്റ് ചെയ്തേ. അതെല്ലാം കണ്ണേട്ടനോട് പറയാൻ വേണ്ടി അല്ലെന്ന് ചോദിക്കണം. വിജയലക്ഷ്മിക്ക് മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ ഗീതുവിന് മനസ്സിലായിരിക്കുന്നു. ഗീതു പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അമ്മേനെ എങ്ങനെയാ കാണുന്നത് അതുപോലെ തന്നെയാണ് അജാസിക്കനെ കാണുന്നത്. ഒരു സഹോദര സ്നേഹമാണ് അദ്ദേഹത്തിനോട് എനിക്കുള്ളത്. അതേ ഒരു സഹോദരോടുള്ള സ്നേഹം തന്നെയാണ് എന്നോടും ഉള്ളത്. പെങ്ങളെന്ന് എന്നെ വിളിക്കുന്നേ. അപ്പം കണ്ണേടിന് അറിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് ആദ്യം ഒന്ന് പറയുന്നേ. അതുകൊണ്ട് എനിക്ക് അജാസിക്കനെ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് പോവുകയാണ്. വിജയലക്ഷ്മിയാണെങ്കിൽ മുഖത്ത് അടിയേറ്റപോലെ നിൽക്കുകയാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ. പിന്നീട് കാണിക്കുന്ന അറക്കൽ വീട്ടിലേക്ക് വിലാസിനി വരുന്നുണ്ട്. വിലാസിനി വന്നിട്ട് കാഞ്ചനയോടും രഞ്ജിനോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിലാസിനിയുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനെ കാണാന്നുള്ളു. കുറച്ച് പണം വേണം, കണ്ണട വാങ്ങിക്കാനെന്ന് പറഞ്ഞോണ്ടാ. കണ്ണിന് ഡോക്ടറെ കാണിക്കണം, ഭയങ്കര തലവേദനയാ. അപ്പൊ അതിനുവേണ്ടി കണ്ണട വെച്ചാൽ മാറും. ഇപ്പൊ കാഞ്ചന ചോദിച്ചു, അല്ല മാമിയുടെ മോള് നല്ല കോടീശ്വരിയല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ, കുറച്ച് പൈസ വെച്ചാൽ തരത്തില്ലെന്ന് ചോദിക്കണം. പിന്നെ അവള് പൈസ തരാനായിട്ട് അവളുടെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഓർത്തുണ്ട് അവള് പൈസ വല്ലതും തരുമോ? ഒരു പൈസ പോലും തരില്ല. ഇനിയിപ്പൊ എന്റെ മരുമോനെ എനിക്ക് ഏക ആശ്രയം. എനിക്ക് തലവേദന, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്റെ മരുമോൻ എന്നെ കൊണ്ടുപോകും, അതിനുള്ള പണം എനിക്ക് തരും, എനിക്കൊരു കണ്ണടി വാങ്ങിക്കാനുള്ള എന്ന് പറയണം. രേഖ ചോദിച്ചു, അല്ല കണ്ണടയ്ക്ക് എത്ര രൂപയുടെ കണ്ണട വാങ്ങിക്കാനെന്ന് ചോദിക്കണം. 50,000 രൂപയുടെ കണ്ണട വാങ്ങിക്കാനാ? 50,000 രൂപയുടെ കണ്ണടയാ? അതെ, അത്രയും വലിയ വിലയുടെയൊക്കെ വേണമെന്ന് ചോദിക്കണം. പിന്നെ ഇല്ലാതെ സിനിമാക്കാരും അവരൊക്കെ ഉപയോഗിക്കുന്ന എങ്ങനത്തെ കണ്ണട? അങ്ങനത്തെ കണ്ണടയല്ലേ, ആ കണ്ണട തന്നെ വേണം. എന്നാൽ ഇച്ചിരി പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, അത് കൊള്ളാം, മരുമോളുടെ കയ്യില് മരുമോന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഓർത്തോണ്ട് മാക്സിമം അത് ഊറ്റാൻ ശ്രമിക്കാമല്ലെന്ന് ചോദിക്കും. ഞാൻ ഞങ്ങളെ മനസ്സിൽ പോലും കരുതിയിട്ടില്ലെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗീതവും ഗോവിന്ദും വരുന്നത്. അപ്പൊ ഗോവിന്ദനെ കണ്ട ഉടനെ രഞ്ജു എഴുന്നേറ്റ് പറഞ്ഞു, അതെ ഗോവിന്ദേട്ടൻ എനിക്കൊരു കാര്യം സംസാരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് വിലാസിനെ വിളിച്ച്, മോളെ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട്, അതിന് സംസാരിച്ചതിന് ശേഷം നീ ഗോവിന്ദനെ അങ്ങോട്ട് കൊണ്ടക്കോളം പറയണം. അത് ശരിയാവത്തില്ല ആന്റി, എനിക്ക് അർജന്റായിട്ട് സംസാരിക്കണം, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കണം. ഗീതുവിന് ബാക്കി ആർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേഹ ഗീതുവിന്റെ മുഖത്തേക്ക് നോക്കണം. അത്ര സ്വാതന്ത്ര്യത്തോട് കൂടിയാ രഞ്ജു കയ്യെ പിടിച്ച് വലിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ ഗോവിന്ദേട്ടാ, എനിക്ക് അർജന്റായിട്ട് പറയാനുള്ള. അല്ല അമ്മയ്ക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വാ, കൂടെ നിന്ന് അവര് പറയാൻ എന്നുള്ളത് കേൾക്കണ്ട, ഇങ്ങോട്ട് വാ, അത് ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് വന്നിട്ട് കേട്ടാ മതി പറഞ്ഞ് ആ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ദേഹം ഗീതുവിനെ നോക്കി. ഗീതൊന്നും ഇണ്ടാ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ വിലാസിന്, ഇവളാള് ശരിയല്ലോ, ഇവള് നിന്റെ കുടുംബജീവൻ താർക്കം വന്നോളാന്ന് തോന്നില്ലേ? കണ്ടില്ലേ അവളുടെ അഹങ്കാരം എന്താന്ന്? ഇങ്ങനെ പോയിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ നിന്റെ ജീവൻ തകരുമെന്ന് പറയാം. അല്ല അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാണ്. എന്റെ മോളെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയാന്ന്, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒരു കണ്ണട മേടിക്കണം, അതിന് കുറച്ച് പൈസ വേണം. അതിപ്പോ എന്റെ മരുമോനോട് ചോദിക്കാന്ന് ഓർത്ത് വന്ന. ആര്? ഗോവിന്ദേട്ടനോടാ. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ, ഒരു കണ്ണട മേടിച്ച് പോരെ, അതൊക്കെ ഞാൻ എന്താന്ന് ചെയ്യാന്ന് പറയണം. അത് പോരെ മോളെ, എനിക്ക് 50,000 രൂപ വേണമെന്ന് പറയാം. 50,000 രൂപയോ? 50,000 രൂപ എന്തിനാ? കണ്ണട മേടിക്കാനാ? എന്റെ അമ്മയ്ക്ക് ഭ്രാന്താണോ? ഇപ്പൊ അമ്മയുടെ ആവശ്യം എന്താ? തലവേദന പോകണം, ആവശ്യം നടന്നാൽ പോരെ. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയും. അതൊന്നും വേണ്ട, മോള് പൈസ തന്നാൽ മതി എന്ന് പറയണേ. പൈസ അങ്ങനെ തരുന്നില്ലേ, ചെല്ലട്ടെ, ചെന്ന് ചെക്കപ്പ് നടത്തി കഴിയുമ്പോൾ ഡോക്ടർ എന്താ പറയണെന്ന് അറിയട്ടെ, അതിനുശേഷം മതി കണ്ണട വെക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ കയ്യെ പിടിച്ചു വലിച്ചിട്ട് രഞ്ജു ചോദിക്കുകയാണ്, അല്ല ഗോവിന്ദൻ ഇത് എന്ത് ഭാവിച്ചാ? അവളെ ഇനി ഞാൻ അനുസരിക്കണമെന്നാണോ പറയണത്? എനിക്ക് അവൾക്ക് കൂടെ തുല്യ അവകാശം തന്നെയല്ലേ ചോദിക്കും. എന്റെ പൊന്നു രഞ്ജു ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ. ആര് കേൾക്കാനാ? ഞാൻ പറയും. അല്ല അവൾ എന്തിനാ പറയുന്നത് എന്റെ ബയോഡേറ്റ കൊടുക്കണമെന്നുള്ളത്? എന്റെ ബയോഡേറ്റ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് ജോലി വേണ്ടെന്ന് പറയാണ്. ഞാനൊന്ന് ഉത്സാഹിക്കുമായിരുന്നെങ്കിൽ
അവളെക്കാൾ മുമ്പ് ഈ ഏജിംഗ് ഗ്രൂപ്പിലെ വൈസ് ചെയർമാൻ ആയിട്ട് ഇരിക്കേണ്ട ആളാരാ? ഞാനല്ലേ എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ഗീതു അങ്ങോട്ട് വരുന്നത്. ഗീതു ചോദിച്ചു, അതിന് വൈസ് ചെയർമാൻ പദവിയിൽ ഇരിക്കാനായിട്ട് നീ കണ്ണന്റെ പെങ്ങളാണോ, അതോ ഇനിയിപ്പൊ കണ്ണന്റെ മുൻ ഭാര്യ വല്ലതാണോ എന്ന് ചോദിക്കണം. ഒരു നിമിഷം ഗോവിന്ദൻ വരെ ഞെട്ടിപ്പോയി. രഞ്ജു പറഞ്ഞു, അതൊക്കെ നീ എന്തിനാ അറിയണമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയണം, ഞാനേ ഗോവിന്ദന്റെ ഭാര്യയാണ്, അതുകൊണ്ട് എനിക്കറിയണം നീ ആരാ എന്താന്നൊക്കെ ഉള്ളത്. എനിക്ക് പറയാൻ മനസ്സില്ല, നീ എന്ത് ചെയ്യുന്നു ചോദിക്കണം. എന്ത് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം, അതൊക്കെ ഞാൻ തെളിയിച്ചോളാന്ന് പറയാം. അന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കുക എന്ന് പറഞ്ഞിട്ട് രഞ്ജു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഗോവിന്ദൻ ചോദിച്ചു, നിനക്ക് എന്തിന്റെ ഇതാ ഗീതു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യനോട് മനസമാധാനം തരുമല്ല. ഓ, അപ്പൊ ഞാനാണ് മനസമാധാനക്കേട് ഉണ്ടാക്കുന്നത്. അല്ല സത്യം പറ, എനിക്ക് മുന്നേ ഈ ഏജിംഗ് ഗ്രൂപ്പിൽ വൈസ് ചെയർമാനായിട്ട് ഇരിക്കേണ്ട അവളാന്ന് പറഞ്ഞല്ലോ. അവള് ഗോവിന്ദന്റെ ആരാ, പെങ്ങളാണോ അതോ ഇനിയിപ്പോ കാമുകിയാണോ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എനിക്ക് അറിയണമെന്ന് പറയാം. ഗോവിന്ദൻ പറഞ്ഞു, അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറയണേ. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞേ? എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നോട് കൂടുതലൊന്നും ചോദിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് ഗോവിന്ദനെ കൂടെ മാറുവാണ്. ഗീത് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോ ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ. പിന്നീട് ഗീത് പോയി ഡ്രസ്സൊക്കെ മാറുവാണ്. ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ വിലാസിനുണ്ട് കൂടത്തില്. ആ സമയത്ത് ഗോവിന്ദന് ദേഷ്യം വന്നു. ഗോവിന്ദനെ വന്ന് കഥയിലും കൂടെ മുട്ടുവാണ്. രഞ്ജു പറഞ്ഞു, നിങ്ങള് അവളുടെ വാലെ തൂങ്ങി നടന്നു, അവസാനം കണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അങ്ങ് ചൂട് പിടിപ്പിച്ചായിരുന്നു. ആ ചൂട് തന്നെയാണ് വന്ന് കഥയെ മുട്ടുന്നത്. എന്താ കണ്ണേട്ടാ, എന്താ കാര്യം ചോദിക്കാണ്. നീ കഥ തുറന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയാം. എന്ത് കാര്യങ്ങൾ പറയാനാ? ഞാൻ അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. കഥ കുറ്റിയിട്ടില്ല പറയും, കുറ്റിയിട്ടില്ല. കുറ്റിയിട്ടപ്പോ അതും കുഴപ്പമാണോ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങോട്ട് വരാന്ന് പറയണ. ഓ, ഇനിയിപ്പോ സീൻ കാണാനായിരിക്കില്ലേ, സീൻ കാണാനായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. പിന്നെ സീൻ കാണാനായിട്ട് ആകെപ്പാടെ നാണമായിപ്പോയി ഗോവിന്ദന്. ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ അതിനൊന്നും അല്ല, ഒരു അർജന്റ് കാര്യം സംസാരിക്കാണെന്ന് പറയണം. പിന്നീട് ഗീത ഡോറങ്ങ് തുറക്കണം. നിന്റെ ഒരു വിചാരമുണ്ട് നിനക്ക് എപ്പോഴും ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന നിന്നെ കാണാനാന്ന്. അതൊക്കെ വെറുതെ മോളെന്ന് പറയണം. അല്ല, എന്താ കണ്ണേട്ടിന് പറയാനുള്ളത്? എന്ത് വേണം പറഞ്ഞോളാൻ പറയണം. അത് നീ എന്തിനാ എപ്പോഴും ആ രഞ്ജുവായിട്ട് ഇങ്ങനെ വഴക്കടിക്കുന്നു ചോദിക്കണം. എന്താ, എനിക്ക് വഴക്കടിക്കാൻ പാടില്ലേ? എനിക്കറിയണം നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത്. അത് അറിഞ്ഞാൽ മാത്രം എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കോ അല്ലേ? എന്നാ നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഒരിക്കലും നീ അതൊന്നും അറിയാൻ പോകുന്നില്ല. നിന്റെ മനസ്സിലെ വിചാരം എന്താ? അവൾ എന്റെ പെങ്ങളാന്ന്, അല്ലെങ്കിൽ എന്റെ കാമുകിയാന്നല്ലേ? നീ അങ്ങനെ തന്നെ അത് ഓർത്ത് വെച്ചിരുന്നാ മതി എന്ന് പറയാം. വല്ലാത്ത സങ്കടം ദേഷ്യമായിപ്പോയി ഗീതുവിന്. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗീതു പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചോളാം രഞ്ജു ആരാന്നുള്ള സത്യമൊക്കെ. അധികം വൈകാതെ തന്നെ എനിക്ക് അതിന് തെളിവുകളൊക്കെ കിട്ടുമെന്ന് പറയണം. ഗോവിന്ദനോർത്തു, ചുറ്റായോ ഇതെങ്ങാനും ഗീതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ഒരിക്കലും തന്നെ ക്ഷമിക്കില്ല. കാരണം വിജയലക്ഷ്മി അമ്മയെന്നും ഇവള് പെങ്ങളുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. ഗീതനോട്, നീ എന്തിനാ ഗീത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോന്നേ? നിനക്ക് മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ച പോലെ നിൽക്കും. പിന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ എനിക്കറിയണം അവൾക്ക് ഈ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ണേട്ടൻ അവളോട് ഇത്ര സ്നേഹം കാണിക്കുന്നത്, ഇത്ര കെയർ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കണം. അതിന് മാത്രം അവൾ കണ്ണേട്ടന്റെ ആയുമല്ലോ. അതും പോരാഞ്ഞിട്ട് ഏജിംഗ് ഗ്രൂപ്പിൽ തലപ്പത്തിരുത്തുന്നു അവളെ. ഇന്നോ 2 ദിവസമുള്ള അവളെ കണ്ടിട്ട്. ഫ്രണ്ടാന്നൊക്കെ പറയുന്നു, ഫ്രണ്ടാണോ എന്താന്നും അറിയത്തില്ല. പിന്നെ എന്തിന്റെ പേരിൽ അങ്ങനെ ഇരുത്തുന്നേ? അല്ലെങ്കിൽ അവളുടെ ബയോഡേറ്റ ഒക്കെ തരാൻ പറഞ്ഞില്ലേ? അവളുടെ ബയോഡേറ്റ തന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞില്ലേ അപ്പോയിന്റ്മെന്റ്? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്ക് എന്താണ് അവളുടെ ബയോഡേറ്റ കിട്ടണമെന്ന് പറയണം. പിന്നീട് രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗോവിന്ദനോട് ചോദിക്കുകയാണ്. ഗീതി ചോദിച്ചപ്പോ ഗോവിന്ദൻ ഒന്നും പറഞ്ഞില്ല. നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? നിന്റെ കാര്യങ്ങൾ ഞാനൊന്നും അന്വേഷിക്കാൻ വരുന്നില്ലോ എന്ന് പറയണം. എനിക്ക് എന്ത് രഹസ്യം ഇരിക്കുന്നത്? എനിക്കൊരു രഹസ്യം ഇല്ലെന്ന് പറയണം. രഹസ്യം ഒന്നും ഇല്ലേ? ഓഹോ, നിന്റെ ക്യാബിലെ CCTV എന്നിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കണം. വർക്ക് ചെയ്യുന്നില്ലേ? ആഹാ, അത് കൊള്ളാലോ. ഓ, അപ്പൊ അതാണ് പ്രശ്നമല്ലേ? അല്ല, കുഞ്ചുമായിട്ട് ഒന്നിച്ച് നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്റെ മുറിയിലെ CCTV വർക്ക് ചെയ്യാത്തതിനുള്ള പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കണം. ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് പറയണം. പക്ഷെ ഇപ്പൊ അറിയിച്ച് നന്നായെന്ന് പറയാം. അതെന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് അങ്ങ് പോവാണ്. സമയം ഗീത ഓർത്തത് എങ്ങനെയായിരിക്കും പോയത്? അവനെ വിളിച്ചു നോക്കാന്ന് ഓർത്തോണ്ട് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോ അവരുടെയും കിഷോറും കൂടെ നിൽക്കുന്ന സമയത്താണ് കിഷോറിന്റെ ഫോണിലേക്കാണ് കോള് വരുന്നത്. നോക്കിയപ്പോ അവർണിയാണല്ലോ കോൾ എടുക്കണം. എന്താ മാഡം, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. അല്ല, ഞാൻ അവർണികയുടെ ഫോണിലേക്ക് വിളിക്കായിരുന്നു, അപ്പൊ റെസ്റ്റിലാന്ന് ഓർത്തോണ്ടാ ഞാൻ വിളിക്കായിരുന്നത് പറയുവാണ്. അവർണികയുടെ അപ്പം തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് അവർണിക. ഈ സമയത്ത് ഗീത പറഞ്ഞു, അല്ല കിഷോർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ മുറിയിലെ CCTV വർക്ക് ആകുന്നില്ലോ, അതെന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ കിഷോർ ലൗഡ് സ്പീക്കർ അങ്ങോട്ട് ഇടുവാണത്. ലൗഡ് സ്പീക്കർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അല്ല അതിന് ഉത്തരം തന്നില്ല എന്ന് പറയാണ്. അത് പിന്നെ എന്നോട് മാഡം പറഞ്ഞില്ലായിരുന്നോ CCTV വേണ്ട, മുറി വേണ്ടെന്ന്? ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു? അല്ല, എന്നോട് അവർണിയെ വന്ന് പറഞ്ഞത്. ഇങ്ങനെ മാഡം പറഞ്ഞു മുറിയില് CCTV വേണ്ടെന്ന് പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ CCTV വെക്കായിരുന്നത്. ദേ കിഷോറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ എന്റെ മുറി CCTV കാണണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താന്ന് ശരിക്കും അറിയൂന്ന് പറയണം.
അപ്പൊ അപർണികനെ കുറ്റപ്പെടുത്തുവാണ് കിഷോർ ചെയ്തത്. പാവ അപർണിക അത് അറിഞ്ഞിട്ടും കൂടി ഇല്ലായിരുന്നു. അപ്പൊ അപർണിക മനസ്സിൽ ചിന്തിക്കുക, താൻ എപ്പോഴാ അത് CCTV കുറിച്ചൊക്കെ പറഞ്ഞത്? പറഞ്ഞിട്ട് ഓർമ്മ പോലും ഇല്ലല്ലോ. പിന്നെ ഇതെന്താ കിഷോർ ഇങ്ങനെയൊക്കെ പറയണേന്ന്. അപ്പൊ കിഷോർ മനസ്സിൽ കുറെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുമായിരുന്നു. അതിനുശേഷം കിഷോർ എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അപർണയ്ക്ക് പല പല സംശയങ്ങളുണ്ടായി. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞൊക്കെ പോകുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്തെങ്കിലും വല്ല ചുറ്റുക്കളുകളൊക്കെ കാണുമോ, അങ്ങനെ അവിടെ തിരിക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തുകൊണ്ട് തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് അപർണിക. അപർണിക വിളിച്ചിട്ട് എന്തായി, ആ മൊബൈൽ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തെന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് ഇപ്പൊ തന്നെ തരാന്ന് പറയാം, എത്രയും പെട്ടെന്ന് തരണം കേട്ടോ എന്ന് പറയണേ, എനിക്ക് അത്ര അർജന്റ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ മൊബൈൽ നമ്പറിന്റെ ഉടമ ആരാന്ന് കണ്ടുപിടിക്കാനൊക്കെ അപർണിക ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.